പാർട്ടിയാണോ ഒന്ന് കൂടെ ഉണ്ടായിരുന്നത്? നോക്കട്ടെ. ഒരു സംശയം വേണ്ട, ഇത് തന്നെ പാർട്ടി. അത്രയ്ക്ക് ഉറപ്പായിരുന്നെങ്കിൽ തനിക്ക് അപ്പൊ തന്നെ വിളിച്ച് ഞങ്ങളെയോ മിസ് സീമയെയോ വിവരമറിയിക്കാമായിരുന്നില്ലേ? ഇത് നല്ല കൂത്ത്. അതിങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള വിവരം മിസ് സീമ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. ഇവരെ പരിചയപ്പെടുന്നതിന് വെറും 3 മണിക്കൂർ മുമ്പാ. അപ്പൊ പിന്നെ എങ്ങനെയാ അറിയണത് സാറേ? എനിക്ക് എന്താ ദീർഘ ദൃഷ്ടിയുണ്ടോ? ദൃഷ്ടി കുറച്ച് കുറവാണെന്ന് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. വായിട്ടിളക്കണ്ട, ഇത് പോലീസ് സ്റ്റേഷനാണ്. ചോദിച്ചതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ഈ പെൺകുട്ടികളുടെ കൂടെയുള്ള കിളവന്മാരെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ? അറിയും. നല്ല ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഉറപ്പല്ല. എന്നാ ഉറപ്പാണോ? ഉറപ്പാണ്. അതെ. ആട്ടെ, അവരെ കണ്ട എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അവരെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്ന്. ആരെപ്പോലെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം കൂടി കണ്ടാലേ എനിക്ക് പറയാനൊക്കൂ. അവന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി, ഒരു കള്ള ലക്ഷണമല്ലേ. എന്താ സാറേ, ചിലപ്പോ വല്ല പെൺപിള്ളേരെയൊക്കെ കണ്ടാൽ അറിയാമെന്നൊക്കെ പുളു അടിച്ച് ഈ പെൺകൊച്ചിനെ വളച്ചെടുക്കാനുള്ള വല്ല വേലയാണ് ഇവന്റെ എങ്ങനെ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിനൊന്ന് ഉപദേശിക്കണമെന്ന് കുഞ്ഞന്നമ്മച്ചേർത്തി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ. ആ കിളവന്മാരുടെ കൂടെ ആ പെൺകുട്ടികൾ എവിടേക്കാണ് പോയത്? അതിപ്പോ ഞാനെങ്ങനെ അറിയും? പിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് അതെന്റെ മുറിയിൽ നിൽക്കുമ്പോ കോറിഡോറിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അത് എവിടേക്കാണെന്ന് ചോദിച്ചത്? ഹോട്ടൽ റിസപ്ഷന്റെ അടുത്തേക്കാണ് പോയത്. ഞാൻ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. അത് പുറത്തേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കും പോയിരിക്കുക. പുറത്തേക്ക് ഇറങ്ങി പോയത് പുറത്തേക്കല്ലാതെ പിന്നെ അകത്തേക്കാണോ പോവാ? അയാളുടെ കണ്ടുപിടുത്തം. നോക്കൂ ഇൻസ്പെക്ടർ, പ്ലീസ്. മിസ്റ്റർ ശങ്കർദാസിന്റെ സുഹൃത്താണ്. എന്നെ സഹായിക്കാനാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത്. ഓൾ റൈറ്റ്, ഓക്കെ. തൽക്കാലം നിങ്ങൾ പോയിക്കൊള്ളൂ. കിട്ടിയ വിവരം വെച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ. സോറി, എന്റെ ബാഗ് മാറി. എക്സ്ക്യൂസ് മീ. ഓക്കെ. സംതിങ് ഒന്നും വാങ്ങാതെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് പോയി അലയാൻ പോകുന്നത്. കുഞ്ഞന്നമ്മച്ചേർച്ചെങ്ങാൻ ഇത് അറിഞ്ഞാൽ ഓർക്കുമ്പോ പേടിയാവും. അറിഞ്ഞ എന്നെ എടുത്തിട്ട് അലക്കും. ഞാൻ സഹിച്ചോളാം. എടോ, മൊത്തം സർവീസില് കൈക്കൂലിയും സംതിങ്ങും വാങ്ങാതെ ഒരു കേസെങ്കിലും അന്വേഷിക്കണ്ടേ? ഇതാവട്ടെ. സാർ